കൃത്യമായ കളർ കണ്ടെത്താൻ ഹെക്സ് വാല്യൂസ് ആണ് എല്ലാ സോഫ്റ്റ്വെയറുകളിലും ഉപയോഗിക്കുന്നത്. ഹെക്സ് വാല്യൂസ് പ്രതിനിധീകരിക്കുന്നത് പ്രൈമറി കളേഴ്സായ ആർ, ജി, ബി, അതായത് റെഡ്, ഗ്രീൻ, ബ്ലൂ എന്നിവയാണ്. ഹെക്സ് വാല്യൂസ് സാധാരണഗതിയിൽ കാണുന്നത് ഒരു ഹാഷ് എന്ന ചിഹ്നവും അതിനുശേഷം ഡിജിറ്റ്സ് അല്ലെങ്കിൽ ലെറ്റേഴ്സ്, 6 ഡിജിറ്റ്സ് അല്ലെങ്കിൽ ലെറ്റേഴ്സ്, അല്ലെങ്കിൽ ഒരു മിക്സഡ് ഡിജിറ്റ്സിൻ്റെയോ ലെറ്റേഴ്സിൻ്റെയോ ഒരു മിക്സഡാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ 6 അക്കങ്ങളിൽ ആദ്യത്തെ 2 അക്കത്തിനെ ഒരു ഗ്രൂപ്പാക്കുക, രണ്ടാമത്തെ 2 ലെറ്റേഴ്സ് അല്ലെങ്കിൽ അക്കത്തെ വേറൊരു ഗ്രൂപ്പാക്കുക, പിന്നെയുള്ളത് 3. അങ്ങനെ 3 ഗ്രൂപ്പുകളായിട്ട് ഇതിനെ തിരിക്കുക. ആദ്യത്തെ 2 നമ്പേഴ്സ് പ്രതിനിധീകരിക്കുന്നത് റെഡ് വാല്യൂവിനെയും രണ്ടാമത്തെ 2 നമ്പേഴ്സ് പ്രതിനിധീകരിക്കുന്നത് നമ്പേഴ്സ് അല്ലെങ്കിൽ ലെറ്റേഴ്സ് പ്രതിനിധീകരിക്കുന്നത് ഗ്രീൻ, RGBയിലെ ഗ്രീൻ എന്ന കളറിനെയും മൂന്നാമത്തെ 2 ലെറ്റേഴ്സ് പ്രതിനിധീകരിക്കുന്നത് ബ്ലൂ എന്ന കളറിനെയുമാണ്, RGBയിലെ 3 കളേഴ്സിനെയും. ഇനി വാല്യൂസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. 0 മുതൽ F വരെയാണ് വാല്യൂ, അതായത് 0 ആണ് ബേസ് വാല്യൂ, F ആണ് മാക്സിമം വാല്യൂ. വാല്യൂ എങ്ങനെയാണ് പോകുന്നത്? 0, 1, 2, 3, 4, 5, 6, 7, 8, 9, A, B, C, D, E, F. 0 എന്ന് പറയുന്നത് ബ്ലാക്കിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. F എന്ന് പറയുന്നത് വൈറ്റിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. 0, 0, 0, 0, 0, 0 എന്നാണ് വാല്യൂ എങ്കിൽ കളർ ബ്ലാക്ക് ആയിരിക്കും. F, 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 F എന്നാണെങ്കിൽ അത് വൈറ്റിനെ ആയിരിക്കും പ്രതിനിധീകരിക്കുന്നത്. ഇനി വാല്യൂ എങ്ങനെയായിരിക്കുമെന്ന് ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് നോക്കാം. FF 0, 0, 0, 0 എന്നാണെങ്കിൽ കളർ റെഡ് ആയിരിക്കും. 0, 0, FF 0, 0 എന്നാണെങ്കിൽ അത് ഗ്രീൻ ആയിരിക്കും. 0, 0, 0, 0, FF എന്നാണെങ്കിൽ അത് ബ്ലൂ ആയിരിക്കും. ഇനി എങ്ങനെയാണ് സെക്കൻഡറി കളേഴ്സ് ഉണ്ടാക്കുന്നത്? RGBയിലെ ആറിൻ്റെ സ്ഥാനത്ത് നമ്മൾ 0, 0, അതായത് റെഡ് 0, 0 ആക്കുന്നു. ജിയും ബിയും FF എന്ന വാല്യൂസ് നൽകുന്നു. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന കളർ സിയാൻ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ പരീക്ഷണങ്ങൾ നടത്തി നോക്കുക. ഇത് കളർ മനസ്സിലാക്കാൻ വളരെ എളുപ്പമുള്ള ഒരു മെത്തേഡാണ്.